ഹലോ മക്കളെ, നമ്മൾ ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാലോ കോമ്പൗണ്ട് തീർന്നിരിക്കുകയാണ്. നമുക്ക് ശരിക്കും സെക്കൻഡ് ഇയറിൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അലീൻസ്, ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, ഇങ്ങനെ 4 ചാപ്റ്റേഴ്സാണ് ഓർഗാനിക്കിൽ മെയിനായിട്ടും പഠിക്കേണ്ടത് ഉള്ളത്. എന്ന് പറഞ്ഞ് പോളിമേഴ്സും ബയോമോളിക്യൂൾസും ഒക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ്. എന്നാലും ഫങ്ഷണൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്ത് നമുക്ക് 4 ചാപ്റ്റേഴ്സാണ്. അതിൽ ഇതിൻ്റെ ബേസ് ചാപ്റ്ററായ ഹാലോ ആൽക്കെയിൻസ് ഒരുപാട് ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മുടെ ഓർഗാനിക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ ഒരു ചാപ്റ്റർ നല്ല വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ചാപ്റ്റേഴ്സ് ഓരോ ചാപ്റ്റർ കഴിയും തോറും അത് ഈസി ആയിട്ട് പോകും. അതായത് ഹാലോ ആൽക്കെയിൻസ് കഴിഞ്ഞ് ഹാലോ ആൽക്കെയിൻ പഠിച്ച അത്ര ബുദ്ധിമുട്ട് ആൽക്കഹോൾസിലുണ്ടാവില്ല. ആൽക്കഹോൾസും കൂടെ കഴിയുമ്പോഴത്തേനും ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ ചൂന്നും പറഞ്ഞങ്ങ് പോവും. അത്രയ്ക്ക് എളുപ്പമായിട്ട് പോകാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓർഗാനിക്കിലെ ചാപ്റ്ററാണ് അമീൻസ്. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ പേരൊന്ന് നോക്കിയേ. ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. നമ്മൾ +1 പഠിക്കുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വെച്ച് നെയിമിങ് പഠിക്കുന്നുണ്ടല്ലേ. ഹാലോജൻ വന്നാൽ എങ്ങനെയാണ്, OH ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ്, CHO ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ്, CO ഗ്രൂപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്, COOH ഗ്രൂപ്പ് എങ്ങനെയാണ്. അതുപോലെ ഈ ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഉദാഹരണത്തിന് OH ഗ്രൂപ്പും COOH ഗ്രൂപ്പും വന്നാൽ ആൽക്കഹോളാണോ ആസിഡാണോ, അതിൻ്റെ പ്രയോറിറ്റി ഓർഡറൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആൽക്കഹോൾസിൻ്റെ ജനറൽ ഫോർമുല ROH എന്നാണ്. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിലും പറയുകയുണ്ടായി. R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്, കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പാണ് R എന്ന് പറയുന്നത്. ആ R ഗ്രൂപ്പിൽ OH ഗ്രൂപ്പ് വന്നാൽ ആ കോമ്പൗണ്ടുകളെ നമുക്ക് വിളിക്കാം ആൽക്കഹോൾ എന്ന്. അങ്ങനെയാണെങ്കിൽ CH3OH ഇതൊരു ആൽക്കഹോളാണ്. കാരണം കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പിനകത്ത് കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പ് കൂടാതെ ഒരു OH ഗ്രൂപ്പ് വന്നു അല്ലേ. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പിനകത്ത് OH ഗ്രൂപ്പ് വന്നു. തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്താണ്? ആൽക്കഹോളാണ്. അതേപോലെ CH3CH2OH, ഇവിടെ OH ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്, ഇതും ആൽക്കഹോൾ തന്നെയാണ്. ദെൻ CH3CH2CH2OH, OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ആൽക്കഹോളാണ്. CH3CHOH CH3. ഓക്കെ, ദെൻ ഇവിടെ OH ആണ്. ദെൻ നമുക്കിതിൻ്റെ പേര് കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ അങ്ങ് വരയ്ക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നോക്കിക്കൊള്ളുക. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിലെല്ലാം OH ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം എന്താണ്? ആൽക്കഹോളാണ്. അടുത്ത ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. ഓക്കെ, തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിലെല്ലാം OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടുകളെ നമുക്ക് വിളിക്കുന്ന പേരാണ് ആൽക്കഹോൾ എന്ന്. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോളുകളുടെ പേര് എങ്ങനെ കൊടുക്കാം? എല്ലാ കോമ്പൗണ്ടുകൾക്കും പേര് കൊടുക്കാനുള്ള സംഘടന ഏതാണ്? IUPAC ആണ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ്. നമുക്ക് കോമൺ നെയിമും ഉണ്ട്, വീട്ടിൽ വിളിക്കുന്ന പേരും ഉണ്ട്, IUPAC നെയിമും ഉണ്ട്. ആദ്യം ആൽക്കഹോളിൻ്റെ കോമൺ നെയിം എങ്ങനെയാണെന്ന് നോക്കാം. കോമൺ നെയിം എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ആൽക്കഹോൾ എന്ന ആൽക്കൈൽ ആൽക്കഹോൾ. നമുക്ക് സിമ്പിളായിട്ടുള്ളവർക്ക് മാത്രം മതി കോമൺ നെയിം. IUPAC നെയിമാണ് നമുക്ക് അറിയേണ്ടത്. IUPAC നെയിം എന്ന് പറഞ്ഞാൽ പേരൻ്റ് ഹൈഡ്രോ കാർബൺ ആരോ ആൽക്കേനാകാം, ആൽക്കീനാകാം, ആൽക്കൈനാകാം. അവസാനത്തെ EA കളയുക. പേരൻ്റ് ഹൈഡ്രോ കാർബണിൻ്റെ അവസാനത്തെ EA കളയുക. പകരം OL ചേർക്കുക.
നമുക്ക് ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാവും. IUPAC നെയിം എഴുതേണ്ട റൂൾ എന്താ? പേരിൻ്റെ ഹൈഡ്രോ കാർബൺ ആരോ ആൽക്കേനാകാം, ആൽക്കീനാകാം, ആൽക്കൈനാവാം. അവസാനത്തെ എ അങ്ങ് കളയുക, പകരം എന്ത് ചേർക്കുക? ഓള് ചേർക്കുക, OL ചേർക്കുക. നോക്കാം നമുക്ക്. ഫസ്റ്റ് കുറച്ച് കോമ്പൗണ്ടുകളുടെ മാത്രം ഞാൻ കോമൺ നെയിം പറയും, ബാക്കിയുള്ളതിൻ്റെ കോമൺ നെയിമിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കോമൺ നെയിം ആദ്യം ഒന്ന് പറഞ്ഞേ. ആൽക്കൈൽ ആൽക്കഹോൾ. എത്ര കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇവിടെ? ഇവിടെ ഒരു കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഒരു കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് മീഥൈൽ ഗ്രൂപ്പ് എന്നാണ്. 2 കാർബണാറ്റം ആണെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ്, 3 ആണെങ്കിൽ പ്രൊപ്പൈല്, 4 ആണെങ്കിൽ ബ്യൂട്ടൈല്, 5 ആണെങ്കിൽ പെൻറ്റൈല്. ഓക്കെ, ഇവിടെ ഒരു കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. സോ ആ ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നു മീഥൈൽ എന്ന്. മീഥൈൽ കോമൺ നെയിം ആയതുകൊണ്ട് ആൽക്കൈൽ ആൽക്കഹോൾ എന്നല്ലേ പേര്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? മീഥൈൽ ആൽക്കഹോൾ. കോമൺ നെയിമാണ് മീഥൈൽ ആൽക്കഹോൾ. അങ്ങനെയാണെങ്കിൽ IUPAC എങ്ങനെ എഴുതുന്നു നോക്കിയേ. IUPAC എന്ന് പറയുമ്പോൾ പേരൻ്റ് ഹൈഡ്രോ കാർബൺ. പേരൻ്റ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക, ആ കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഒരേ ഒരു കാർബണാറ്റേ ഉള്ളൂ. ഒരു കാർബണാറ്റമുള്ള കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരില്ല. പിന്നെ ഏത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു കാർബണാറ്റമുള്ള ആൽക്കീനില്ല, ആൽക്കൈനില്ല. പിന്നെ എന്തു മാത്രം? ആൽക്കെയിൻ മാത്രം. ഒരു കാർബണാറ്റമുള്ള ആൽക്കെയിൻ ആരാണ്? മീഥേൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു പേരൻ്റ് ഹൈഡ്രോ കാർബൺ ആരാണെന്ന്. അപ്പോൾ പേരൻ്റ് ഹൈഡ്രോ കാർബൺ ആരാണ്? മീഥേൻ ആണ്. METHANE എന്നല്ലേ മീഥേൻ. അവസാനത്തെ EA കളയുക, ആരെ ചേർക്കുക? OL ചേർക്കുക. ദാറ്റ് കോമ്പൗണ്ട് ഈസ് കോൾഡ് മെത്തനോൾ. CH3OH മീഥൈൽ ആൽക്കഹോൾ ആണ്. അതിൻ്റെ IUPAC നെയിം എന്താണ്? മെത്തനോൾ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിയേ. എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം. 2 കാർബണാറ്റം ആണെങ്കിൽ നമുക്കറിയാം എത്താണ്. കോമൺ നെയിം പറയണോ? കോമൺ നെയിം ആണെങ്കിൽ 2 കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പ്. 2 കാർബണാറ്റം ആണെങ്കിൽ ഈഥൈലാണ്. എന്ത് ചേർക്കണം? ആൽക്കഹോൾ എന്ന് ചേർക്കണം. സോ കോമൺ നെയിം എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ ആണ്. IUPAC എങ്ങനെ പറയും? എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം. 2 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഏതാ? 2 കാർബണാറ്റങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ബോണ്ടൊന്നും തന്നിട്ടില്ല. അപ്പം നമുക്കറിയാതെ ഏത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. 2 കാർബണാറ്റം എത്താണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അത് ആൽക്കെയിൻ ആണ്. അപ്പോൾ പേരൻ്റ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ഈത്തേൻ അല്ലേ? അല്ലേ? ഈത്തേൻ ആണ്. ETHANE ആണ്. ഈത്തേൻ ആണ്. അവസാനത്തെ EA കളയുക, പകരം എന്ത് ചേർക്കുക? OL ചേർക്കുക. പേരെന്തായിട്ട് മാറി? എത്തനോൾ എന്നായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട്. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാ. നെക്സ്റ്റ് കോമ്പൗണ്ട് 3 കാർബണാറ്റം. 3 കാർബണാറ്റം ആയതുകൊണ്ട് പ്രൊപ്പാണ്. 3 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE വരണം. അവസാനത്തെ EA കളഞ്ഞു, എന്തു ചേർത്തു? OL ചേർത്തു. പേര് പ്രൊപ്പനോൾ. 1, 2, 3 കാർബണാറ്റം. 3 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള സിംഗിൾ ബോണ്ട്, 3 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട്. OH ഗ്രൂപ്പ് വന്നു. 3 കാർബണാറ്റം പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE പ്രൊപ്പേൻ. അവസാനത്തെ EA കളഞ്ഞു, OL ചേർത്തു. അപ്പോൾ പ്രൊപ്പനോൾ എന്ന് വരില്ലേ? ഇതിൻ്റെയും സ്ട്രക്ചർ ഒരുപോലെയാണോ? അല്ല, സെയിം മോളിക്കുലാർ ഫോമുലയാണ്, ബട്ട് ഡിഫറെൻ്റ് സ്ട്രക്ചറാണ്, ഡിഫറെൻ്റ് പ്രോപ്പർട്ടിയാണ്, ഐസോമറാണ്. അതുകൊണ്ട് അവിടെ മസ്റ്റായിട്ടും പേരും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രൊപ്പനോൾ ആയ സ്ഥിതിക്ക് ഇതൊരിക്കലും പ്രൊപ്പനോൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ കോമ്പൗണ്ട് കാണുമ്പോഴേ അറിയാം ഇവിടെ ബ്രാഞ്ചിങ് ഉണ്ട്. ബ്രാഞ്ചിങ് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ 3 കാർബണാറ്റം ഉള്ള ചെയിനാണ്. 3 കാർബണാറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. 3 കാർബണാറ്റം ആയതുകൊണ്ട് പ്രൊപ്പാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആണ്. അവസാനത്തെ E കളഞ്ഞു. ദെൻ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ പൊസിഷൻ കൊടുക്കുക. കൂടുതൽ കാർബണാറ്റം ഉണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും നോക്കണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നോക്കണം.
എപ്പോഴാണോ ചെറിയ നമ്പർ വരുന്നത് അത് വേണം എടുക്കാൻ. ഇതാ നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കിയപ്പോൾ രണ്ടാമത്തെ കാർബൺ, തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോഴും രണ്ടാമത്തെ കാർബൺ. എങ്ങനെ നോക്കിയാലും പൊസിഷന് മാറ്റമില്ല. അതുകൊണ്ട് ലീസ്റ്റ് നമുക്ക് എങ്ങനെ നോക്കിയാലും പൊസിഷൻ എത്രയാ? 2 ആണ്. ഇതാ നോക്കിയേ, പേരന്റ് കാർബൺ, പേരന്റ് ഹൈഡ്രോ കാർബൺ പ്രൊപ്പേനാണ്. അവസാനത്തെ ഈ കളഞ്ഞു, ദെൻ ഹൈഫൺ കൊടുത്തു, പൊസിഷൻ കൊടുത്തു, OH ഗ്രൂപ്പിന്റെ പൊസിഷൻ കൊടുത്തു. രണ്ടാമത്തെ കാർബണിലാണ്. OH വന്നതുകൊണ്ട് അത് എന്തെന്ന് എഴുതണം? ഓൾ എന്ന് എഴുതണം. OH വന്നതുകൊണ്ട് അതെന്താ? ഓളാണ്. പ്രൊപ്പാൻ 2 ഓൾ. ഇല്ല എന്നുണ്ടെങ്കിൽ മൊത്തം എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. പേരന്റ് ഹൈഡ്രോ കാർബൺ ആരാന്ന് നോക്കുക, ഓള് ചേർത്ത് എഴുതുക. അപ്പം എന്തായിട്ട് മാറും? പ്രൊപ്പനോള് തന്നെയല്ലേ. പക്ഷേ പൊസിഷൻ ആദ്യമേ പറയണം. പൊസിഷൻ എത്രാമത്തെ പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പം പ്രൊപ്പാൻ 2 ഓൾ അല്ലെങ്കിൽ 2 പ്രൊപ്പനോൾ. ഇത് രണ്ടും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പേര് പറയുമ്പോൾ ഒന്നുകിൽ പ്രൊപ്പാൻ 2 ഓൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 പ്രൊപ്പനോൾ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നോക്കിയേ, ഇതൊരു ബോണ്ട് ലൈൻ സ്ട്രക്ചറാണ്. ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ 1, 2, 3, 4 കാർബണാറ്റം ഉണ്ടല്ലേ. 4 കാർബണാറ്റങ്ങളുടെയും ഇടയിലുള്ള ബോണ്ട് ഏത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. 4 കാർബണാറ്റം ആകുമ്പം ബ്യൂട്ടാണെന്ന് നമുക്കറിയാം അല്ലേ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആണെന്നും അറിയാം. OH ഗ്രൂപ്പ് വന്നതുകൊണ്ട് അവസാനത്തെ ഈ കളയണം, OL ചേർക്കണം അല്ലേ. അപ്പം ബ്യൂട്ടാൻ അവസാനത്തെ ഈ കളഞ്ഞു, OL വന്നു. പക്ഷേ OH എൻഡിലാണോ ടെർമിനലിലാണോ? അല്ല. OH ടെർമിനലിലല്ല എങ്കിൽ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ പൊസിഷൻ കൊടുക്കണം. പൊസിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എത്രാമത്തെ കാർബണാ? 3rd കാർബണാണ്. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എത്രാമത്തെ കാർബണാണ്? 2nd കാർബണാണ്. എങ്ങനെ നോക്കിയാലും പൊസിഷനും മാറ്റമില്ല എങ്കിൽ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കാം. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുക. എപ്പോഴാണോ ലീസ്റ്റ് പൊസിഷൻ കിട്ടുന്നത് ആ ഡയറക്ഷൻ വേണം എടുക്കാൻ. ഇപ്പം റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തപ്പോൾ ഏത് പൊസിഷൻ കിട്ടി? 2nd എന്ന് കിട്ടി. സോ ലീസ്റ്റ് പൊസിഷൻ 2 ആണ്. അപ്പം നമ്മുടെ പേരിൻ്റെ മുമ്പിലായിട്ട് എന്ത് കൊടുക്കുക? ആ പൊസിഷൻ കൊടുക്കുക. പേരെന്തായിട്ട് മാറി? 2 ബ്യൂട്ടനോൾ എന്നായിട്ട് മാറി. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് എഴുതുന്നത്? പേരന്റ് ഹൈഡ്രോ കാർബൺ ബ്യൂട്ടേനാണ്. ബ്യൂട്ടേൻ്റെ അവസാനത്തെ ഈ കളഞ്ഞു, ദെൻ പൊസിഷൻ 2 കൊടുത്തു. ആ പൊസിഷനിൽ OH ഗ്രൂപ്പ് വന്നതുകൊണ്ട് അവിടെ എന്തെന്ന് എഴുതി? ഓൾ എന്ന് എഴുതി. ഒന്നുകിൽ ബ്യൂട്ടാൻ 2 ഓൾ എന്ന് എഴുതുക, അല്ലെങ്കിൽ 2 ബ്യൂട്ടനോൾ എന്ന് എഴുതുക. ഓക്കെ, അടുത്ത നോക്കിയേ, ഇതൊരു സൈക്ലിക് കോമ്പൗണ്ടാണ്. സൈക്ലിക് കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത്, സൈക്ലിക് ആൽക്കഹോളിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് പേരന്റ് കോമ്പൗണ്ട് ആരാണെന്ന് നോക്കുക. സൈക്ലിക് കോമ്പൗണ്ട് ആരാണോ അയാളുടെ അവസാനത്തെ EA കളയുക, OL ചേർക്കുക. ഇവിടെ 1, 2, 3, 4, 5 കാർബണാറ്റം ഉള്ള സൈക്ലിക് റിംഗ് ആണ് അല്ലേ. 5 കാർബണാറ്റം എന്ന് പറയുമ്പോൾ 5 ആവുമ്പോൾ പെൻറ്റ്, സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോപെൻറ്റ്. ഇവരുടെ ഇടയിലെല്ലാം ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇത് സൈക്ലോപെൻറ്റേനാണ്. സൈക്ലോപെൻറ്റേൻ്റെ അവസാനത്തെ EA കളയുക, എന്ത് ചേർക്കുക? OL ചേർക്കുക. അപ്പോൾ പേരെന്തായിട്ട് മാറും? സൈക്ലോ പെൻറ്റനോൾ എന്ന് വരും. സൈക്ലോ പെൻറ്റനോൾ എന്നാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. 1, 2, 3, 4, 5, 6 കാർബണാറ്റം. 6 കാർബണാറ്റമുള്ള സൈക്ലിക് റിംഗ്. ഹെക്സ് ആണ്. 6 ആവുമ്പോൾ ഹെക്സ്. സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോഹെക്സ്. ഇവരുടെ ഇടയിലെല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആണ്. അപ്പോൾ സൈക്ലോഹെക്സേനാണ്. സൈക്ലോഹെക്സേൻ്റെ അവസാനത്തെ ഈ കളയുക, എന്ത് ചേർക്കുക? OL ചേർക്കുക. അപ്പോൾ പേരെന്തായി? സൈക്ലോ ഹെക്സനോൾ. സൈക്ലോ ഹെക്സനോൾ എന്നായി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം ഡബിൾ ബോണ്ടും ഉണ്ട്, OH ഗ്രൂപ്പും ഉണ്ട്. ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നേക്കുക. ഡബിൾ ബോണ്ട് OH ഗ്രൂപ്പ് വരുമ്പോൾ പ്രയോറിറ്റി OH തന്നെയാണ്, OHന് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? OH ഗ്രൂപ്പിന് ലീസ്റ്റ് നമ്പർ കിട്ടത്തക്ക വിധം നമ്പർ കൊടുക്കുക. OH ഗ്രൂപ്പിന് റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് കാർബൺ, ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ 4 ആയി പോവും. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ എടുക്കുന്നു. ദെൻ പേരന്റ് ഹൈഡ്രോ കാർബണിൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബണാറ്റമാണ്?
4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റം ആണെങ്കിൽ എന്താണ്? ബ്യൂട്ടാണ്. ഇനി ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ കൊടുക്കണം. 4 കാർബൺ ആറ്റം ബ്യൂട്ടാണ്. ഇതിൽ എത്രാമത്തെ കാർബണാണ് ഡബിൾ ബോണ്ടായേ? സെക്കൻഡ് കാർബണാണ്. അപ്പോൾ ബ്യൂട്ടിൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഈൻ വന്നു, ഡബിൾ ബോണ്ട് വന്നു, പേരൻ്റ് ഹൈഡ്രോ കാർബണിനെ കിട്ടി. അവസാനത്തെ ഈയെ അങ്ങ് കളയുക. അവസാനത്തെ ഈയെ കളഞ്ഞിട്ട് ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് പൊസിഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതല്ല, പൊസിഷൻ വേണമെങ്കിൽ കൊടുക്കാം 1 ഓൾ. ബ്യൂട്ട് 2 ഈൻ 1 ഓൾ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ബ്യൂട്ട് 2 ഈനോൾ. അതായത് ബ്യൂട്ടിൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ള ഓളാണ്, ബ്യൂട്ട് 2 ഈനോളാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് ബേസിക്കായിട്ട് അലീഫാറ്റിക് ആൽക്കഹോളിൻ്റെ. അരോമാറ്റിക് ഞാൻ പറഞ്ഞിട്ടില്ല. അലീഫാറ്റിക് ആൽക്കഹോളിൻ്റെ നോമൻക്ലേച്ചർ ഇങ്ങനെയാണ്. ബോണ്ട് ലൈനൊക്കെ തന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഓപ്പൺ ആക്കി ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, ബെൻസീനകത്ത്, ബെൻസീൻ എന്ന് പറയുമ്പോൾ 6 മെമ്പേർഡ് റിംഗ് ആണ്. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉണ്ട്. ബെൻസീൻ റിങ്ങിനകത്ത് OH ഗ്രൂപ്പ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്താൽ ഇതിനെ ഒരിക്കലും അരയിൽ ആൽക്കഹോളെന്നോ അരോമാറ്റിക് ആൽക്കഹോളെന്നോ നമ്മൾ പറയാറില്ല. ഇതിനെ വിളിക്കുന്ന പേര് ഫീനോൾ എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഫീനോൾ. അല്ലെങ്കിൽ വിളിക്കാം ഹൈഡ്രോക്സി ബെൻസീൻ എന്ന്. എന്താ? ഹൈഡ്രോക്സി ബെൻസീനാണ്. അപ്പോൾ ഹൈഡ്രോക്സി ബെൻസീനെ വിളിക്കുന്ന പേരാണ് ഫീനോൾ. അപ്പോൾ ബെൻസീൻ റിങ്, അത് UPSCയിലും കോമണിലും എല്ലാം നമ്മൾ പറയുന്നത് ഫീനോൾ എന്ന് തന്നെ. ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് OH ഗ്രൂപ്പ് വന്നാൽ അതെന്താണ്? ഫീനോളാണ്. ഈ ഫീനോളിനകത്ത് ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു ക്ലോറിൻ വന്നാൽ 2 ക്ലോറോ ഫീനോൾ എന്ന് പറയാം. OH ഗ്രൂപ്പിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി ക്ലോറിനാണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ വന്നിട്ടുള്ള ഫീനോൾ 2 ക്ലോറോ ഫീനോൾ. ഇനി അതല്ല, ഓപ്പോസിറ്റ് പൊസിഷനിലാണ് ആരെങ്കിലും വരുന്നതെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇവിടെ ബ്രോമിൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് പാരാബ്രോമോഫിനോൾ. പാരയും ഓർത്തോയും മെറ്റായും കോമൺ നെയിമിലാണ് ഉപയോഗിക്കുന്നത്. UPSC നെയിമിൽ നമ്പർ തന്നെ പറയണം. അപ്പോൾ 4 ബ്രോമോ ഫീനോളാണ്. ഇത് 2 ക്ലോറോ ഫീനോൾ, ഇത് 4 ബ്രോമോ ഫീനോളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ, ഫീനോളിൻ്റെ അഡ്ജസൻറ്റ് പൊസിഷനിൽ അടുത്ത ഒരു OH വന്നു. ഇതിൻ്റെ പേരാണ് ക്യാറ്റക്കോൾ. എന്താണ്? ക്യാറ്റക്കോൾ. ഓർത്തോ ഹൈഡ്രോക്സി ഫീനോൾ. ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ എന്ത് വന്നേക്കുക? OH വന്നേക്കുക. ദാറ്റ് ഈസ് കോൾഡ് ക്യാറ്റക്കോൾ. ഇനി നോക്കിയേ, OHൻ്റെ മെറ്റാ പൊസിഷനിൽ ഒരു OH വന്നേക്കുക. അതിനെ വിളിക്കുന്ന പേര് റിസോഴ്സിനോൾ. റിസോഴ്സിനോൾ എന്നാണ് വിളിക്കുന്നത്. റിസോഴ്സിനോൾ. അടുത്ത ഫീനോളിൻ്റെ പാരാ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നു ക്യുനോൾ എന്ന്. ക്യുനോൾ. ക്യാറ്റക്കോൾ, റിസോഴ്സിനോൾ, ക്യുനോൾ. അതേപോലെ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CH3 വന്നാൽ ഇതിൻ്റെ പേര് ഓർത്തോക്രസോൾ. അടുത്ത OHൻ്റെ മെറ്റാ പൊസിഷനിലാണ് CH3 വരുന്നതെങ്കിൽ അതിൻ്റെ പേര് മെറ്റാക്രസോൾ. OHൻ്റെ പാരാ പൊസിഷനിൽ CH3 ഗ്രൂപ്പ് വന്നാൽ അത് പാരാക്രസോൾ. അപ്പം ഒരു ബെൻസീൻ റിങ്ങിനകത്ത് OH ഗ്രൂപ്പും CH3 കൂടെ ഉണ്ടെങ്കിൽ അത് ക്രസോളാണ്. അടുത്തടുത്ത പൊസിഷനിലാണെങ്കിൽ ഓർത്തോക്രസോൾ, ഓൾട്ടർനേറ്റീവ് പൊസിഷനിലാണെങ്കിൽ മെറ്റാക്രസോൾ, ഓപ്പോസിറ്റ് പൊസിഷനിലാണെങ്കിൽ പാരാക്രസോൾ. 2 OH ഗ്രൂപ്പ് വന്നാൽ അത് ക്യാറ്റക്കോൾ ആകാം, റിസോഴ്സിനോൾ ആകാം, ക്യുനോൾ ആകാം. OH ഗ്രൂപ്പ് അടുത്തടുത്ത പൊസിഷനാണെങ്കിൽ ക്യാറ്റക്കോൾ, ഓൾട്ടർനേറ്റീവ് പൊസിഷനാണെങ്കിൽ റിസോഴ്സിനോൾ, ഓപ്പോസിറ്റ് പൊസിഷനാണെങ്കിൽ അത് ക്യുനോൾ ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഫീനോളിനെ ബന്ധപ്പെട്ട കോമ്പൗണ്ടുകളുടെ പേര്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കഹോളിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോളാണ്. ആൽക്കഹോളിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യം ഹാലോ കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ ആദ്യം പഠിച്ചതുപോലെ തന്നെ ആൽക്കഹോൾസിനെയും
നമ്പർ ഓഫ് OH ഗ്രൂപ്പിൻ്റെ പ്രസൻസിൽ നമ്പർ ഓഫ് OH ഗ്രൂപ്പിൻ്റെ ബേസിസിൽ നമ്മുടെ ആൽക്കഹോളിനെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കാം. ഇതാ നോക്കിയേ, CH3OH, CH3CH2OH, CH3CHOH, CH3. ഇവിടെ CH2OH, CH2OH, CH3CHOH, CHOH, CH3, then CH2OH, CHOH, CH2OH. On the basis of number of OH group, number of hydroxyl group or hydroxy group, alcohols can be classified into 3. ഈ 3 കോമ്പൗണ്ടിലും ഒരേ ഒരു OH ഗ്രൂപ്പേ ഉള്ളൂ. അതുകൊണ്ട് ആ ആൽക്കഹോളിനെ വിളിക്കാം മോണോഹൈഡ്രേറ്റ് ആൽക്കഹോൾ എന്ന്. എന്താ? മോണോഹൈഡ്രേറ്റ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 OH ഗ്രൂപ്പ്. ഒരു OH ഗ്രൂപ്പേ ഉള്ളെങ്കിൽ അതിൻ്റെ പേരാണ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ. ഈ 2 എക്സാമ്പിളിലും ഇവിടെ 2 OH ഗ്രൂപ്പുണ്ട്, ഇവിടെ 2 OH ഗ്രൂപ്പുണ്ട്. ഇതിനെ വിളിക്കുന്നു ഡൈഹൈഡ്രിക് ആൽക്കഹോൾ എന്ന്. ആദ്യത്തെ മോണോഹൈഡ്രിക് ആണ്, അടുത്തത് എന്താണ്? ഡൈഹൈഡ്രിക് ആൽക്കഹോൾ ആണ്. ഇവിടെ കാണുമ്പോൾ അറിയാം ഇതിനകത്ത് 3 OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കാം ട്രൈഹൈഡ്രിക്. 4 എണ്ണം ആണെങ്കിൽ ടെട്രാഹൈഡ്രിക്, 5 എണ്ണം ആണെങ്കിൽ പെൻറ്റാഹൈഡ്രിക്. അതായത് മോർ ദാൻ 2 OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളെ കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഹൈഡ്രിക് ആൽക്കഹോൾ. എന്താണ്? പോളിഹൈഡ്രിക് ആൽക്കഹോൾ. On the basis of number of OH group, alcohols can be classified into 3: monohydric alcohol, dihydric alcohol, polyhydric alcohol. Alcohols which contains only 1 OH group ആണെങ്കിൽ മോണോഹൈഡ്രിക്, 2 OH ഗ്രൂപ്പ് ആണെങ്കിൽ ഡൈഹൈഡ്രിക്, മോർ ദാൻ 2 OH ഗ്രൂപ്പ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോളിഹൈഡ്രിക്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് CH3OH-ഉം CH3CH2OH. ഇവിടെ OH അറ്റാച്ച്ഡ് കാർബൺ ഇതാണ്. അതിനെ അറ്റാച്ച് ചെയ്ത് മറ്റ് കാർബണാറ്റങ്ങളൊന്നുമില്ല. അതായത് മെത്തനോൾ, മീഥൈൽ ആൽക്കഹോൾ. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരേ ഒരു കാർബണാറ്റം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, OH ആയിക്കോട്ടെ, ക്ലോറിൻ ആയിക്കോട്ടെ, ബ്രോമിൻ ആയിക്കോട്ടെ, പോസിറ്റീവ് ചാർജ് ആയിക്കോട്ടെ, എന്തോന്നോ ആയിക്കോട്ടെ, നമ്മൾ നോക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണാറ്റം ഉണ്ടെങ്കിലോ ഒന്നുമില്ലെങ്കിലോ അവരെ വിളിക്കുന്നത് പ്രൈമറി എന്നല്ലേ. നമ്മളിപ്പോൾ പഠിക്കുന്ന ആൽക്കഹോളിൻ്റെ കേസ് ആയതുകൊണ്ട് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണാറ്റം ഉണ്ട്, ഇവിടെ നോ അതർ കാർബണാറ്റം. സോ ദിസ് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ഈസ് കോൾഡ് പ്രൈമറി ആൽക്കഹോൾ. ഇങ്ങനത്തെ ആൽക്കഹോളിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൈമറി ആൽക്കഹോൾ എന്നാണ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒന്നുകിൽ ഒരു കാർബണാറ്റം അല്ലെങ്കിൽ മറ്റ് കാർബണാറ്റങ്ങളൊന്നുമില്ല. ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി. അടുത്ത നോക്കിയേ, ഇവിടെ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബണാറ്റം ഉണ്ട്? 2 കാർബണാറ്റം ഉണ്ട്. അതുകൊണ്ട് ഇതിനെ വിളിക്കാം സെക്കൻഡറി ആൽക്കഹോൾ എന്ന്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബണാറ്റം, സോ ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി ആൽക്കഹോൾ. നെക്സ്റ്റ് എന്താണ്? ഹാലോ കോമ്പൗണ്ട് നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഇതും ആൽക്കഹോളാണ്, കാരണം OH ഗ്രൂപ്പ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 3 കാർബണാറ്റം ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ടെർഷ്യറി ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോളിനെ പിന്നെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ഏതാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് OH ഗ്രൂപ്പ് ഏതൊക്കെയായിരുന്നു? മോണോഹൈഡ്രിക്, ഡൈഹൈഡ്രിക്, പോളിഹൈഡ്രിക്. അടുത്ത ക്ലാസിഫിക്കേഷൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. നിങ്ങൾക്കറിയണം പ്രൈമറി ഏതാ, സെക്കൻഡറി ഏതാ, ടെർഷറി ഏതാന്ന് അറിയണം. അതായത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഒന്നേ ഉള്ളെങ്കിലോ ഒന്നുമില്ലെങ്കിലോ അത് പ്രൈമറി, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി, മൂന്നെണ്ണം ആണെങ്കിൽ അത് ടെർഷറി. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ്റെ ബേസിസിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. നോക്കാം നമുക്ക്. ഓൺ ദ ബേസിസ് ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ. നമുക്കറിയാം എപ്പോഴും ഓരോ ചാപ്റ്ററിലും നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. sp3 ഹൈബ്രിഡൈസേഷൻ എന്താണെന്നറിയാം. കാർബണിന് ചുറ്റും ഏത് ബോണ്ട് മാത്രം? സിംഗിൾ ബോണ്ട് മാത്രം. അങ്ങനെ sp3 ഹൈബ്രിഡൈസേഷൻ്റെ ബേസിസിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ആൽക്കൈൽ ആൽക്കഹോൾ, നെക്സ്റ്റ് അല്ലൈൽ ആൽക്കഹോൾ, അടുത്തത് ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ആൽക്കഹോൾ പെട്ടെന്ന് അങ്ങ് പറയാമേ. ആൽക്കൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ആൽക്കേനിൽ OH ഗ്രൂപ്പ് വരിക. നമ്മുടെ ആൽക്കേനിൽ OH ഗ്രൂപ്പ് വരിക. അങ്ങനത്തെ ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ആൽക്കഹോൾ. ഉദാഹരണം CH3OH, CH3, CH2, CH2, CHOH, CH3. ഇവിടെ എല്ലാം sp3 ഹൈബ്രിഡൈസേഷൻ അല്ലേ? ഇങ്ങനത്തെ ആൽക്കഹോളിനെയാണ് ആൽക്കൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് അല്ലൈൽ ആൽക്കഹോളാണ്. അല്ലൈൽ ആൽക്കഹോളിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എന്താണ്? ആരാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പാണ്. ആ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രം. നെക്സ്റ്റ് കാർബൺ ഡബിൾ ബോണ്ട് വരണം. ഇനി ആരെവിടെ വേണേലും വന്നോട്ടെ, ഇത്രയും ഉണ്ടായിരിക്കണം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? അല്ലൈൽ ആൽക്കഹോൾ. OH ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ പേര് അല്ലൈൽ ആൽക്കഹോൾ. ശ്രദ്ധിച്ചേ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും ഏത് ബോണ്ട് മാത്രം? സിംഗിൾ ബോണ്ട് മാത്രം. നെക്സ്റ്റ് കാർബൺ ഡബിൾ ബോണ്ട് വന്നു അല്ലേ? ഇതിനെ വിളിക്കുന്നു അല്ലൈൽ ആൽക്കഹോൾ എന്ന്. നമുക്ക് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. അടുത്ത ബെൻസൈൽ ആൽക്കഹോളിൻ്റെ കണ്ടീഷൻ എന്താ? ബെൻസൈലിൻ്റെ കണ്ടീഷൻ ഓർത്താൽ മതി. നമ്മൾ പരിഗണിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട്. ആ കാർബൺ ചെന്ന് ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിൽ ടച്ച് ചെയ്യണം. നമ്മൾ നോക്കുന്ന കാർബൺ സിംഗിൾ ബോണ്ടഡ് കാർബണാണ്. ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ആരുണ്ടായിരിക്കണം? ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ നോക്കുന്ന കാർബൺ ഏത് കാർബണാ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാ. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും ഏത് ബോണ്ട് മാത്രം? സിംഗിൾ ബോണ്ട് മാത്രം. നെക്സ്റ്റ് ടു ആര് വന്നേക്കുക? അരോമാറ്റിക് കോമ്പൗണ്ട് വന്നിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ബെൻസൈൽ ആൽക്കഹോൾ ഓർ ബെൻസിലിക് ആൽക്കഹോൾ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ ആൽക്കഹോൾസിനെ 3ആയിട്ട് തിരിച്ചു. ആൽക്കൈൽ ആൽക്കഹോൾ, അല്ലൈൽ ആൽക്കഹോൾ, ബെൻസൈൽ ആൽക്കഹോൾ. ആദ്യത്തെ കേസിൽ ആൽക്കേനകത്ത് OH വരിക, അത് ആൽക്കൈൽ ആൽക്കഹോൾ. ബാക്കി രണ്ടെണ്ണമാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അല്ലൈലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന കാർബൺ, ദാറ്റ് ഈസ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ഉടനെ തന്നെ ഒരു കാർബൺ ഡബിൾ ബോണ്ടും വരണം. അതാണ് എന്ത്? അല്ലൈൽ ആൽക്കഹോൾ. ബെൻസൈൽ എന്താ ഓർ ബെൻസിലിക് എന്താ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ഉടനെ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാകണം. അതാണ് ബെൻസൈൽ ആൽക്കഹോൾ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് sp2 ഹൈബ്രിഡൈസേഷൻ. sp2 ഹൈബ്രിഡൈസേഷൻ്റെ ബേസിസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? sp2 ഹൈബ്രിഡൈസേഷൻ്റെ ബേസിസിൽ 2 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. അതിലൊന്നാണ് ഫീനോൾ, രണ്ടാണ് വിനൈൽ ആൽക്കഹോൾ ഓർ വിനൈലിക് ആൽക്കഹോൾ. വിനൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ വിനൈലിക് ആൽക്കഹോൾ ഒന്നുമില്ല. sp2 അല്ലേ? നമ്മുടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കണം. ദാറ്റ് മീൻസ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണിലായിരിക്കണം. ആ ഡബിൾ ബോണ്ടഡ് കാർബൺ ഒരു ബെൻസീൻ റിംഗ് ആണെങ്കിൽ
അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫീനോൾ എന്ന് വിളിക്കും. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബിൾ ബോണ്ടാണ്. ആ ഡബിൾ ബോണ്ടഡ് കാർബൺ ആൽക്കീൻ്റെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വിനൈൽ ആൽക്കഹോൾ. ഒന്നും കൂടെ പറയാം. ഫീനോളും വിനൈൽ ആൽക്കഹോളും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണിലായിരിക്കണം. ഡബിൾ ബോണ്ടഡ് കാർബൺ ബെൻസീൻ്റെ ഡബിൾ ബോണ്ടഡ് കാർബൺ വരാം, ആൽക്കീനിൻ്റെ ഡബിൾ ബോണ്ടഡ് കാർബൺ വരാം. ഇതാ നോക്കിയേ, ബെൻസീനിൽ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. അതേപോലെ CH2 ഡബിൾ ബോണ്ട് CH, ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്. ആൽക്കീനിലെ ഡബിൾ ബോണ്ടഡ് കാർബണിൽ OH ഗ്രൂപ്പ് വന്നാൽ ഇതിനെ വിനൈൽ ആൽക്കഹോൾ എന്നും, ബെൻസീനിലെ ഡബിൾ ബോണ്ടഡ് കാർബണിൽ OH ഗ്രൂപ്പ് വന്നാൽ അതിനെ ഫീനോൾ എന്നും വിളിക്കും. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ്റെ ബേസിസിൽ 2 ക്ലാസിഫിക്കേഷനാണ്, ഒന്ന് ഫീനോളും ഒന്ന് വിനൈൽ ആൽക്കഹോളും. ഇത് ഫീനോളാണ്. CH3 CH ഡബിൾ ബോണ്ട് CH OH, ഇതെന്താ? വിനൈലാണ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ്. ദറ്റ് ഈസ് കോൾഡ് വിനൈൽ ആൽക്കഹോൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഓരോ ചാപ്റ്റർ നമ്മൾ പറയാറുണ്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്, ദെൻ അതിൻ്റെ IUPAC നെയിമിംഗ് ആണ്, അത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ടാണ്. നമ്മൾ പ്രിപ്പറേഷനിലോട്ട് പോവുകയാണ്. അതിനു മുമ്പ് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. തന്നിരിക്കുന്ന ആൽക്കഹോളുകളെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രൈമറി, ഏതാണ് സെക്കൻഡറി, ഏതാണ് ടെർഷറി കണ്ടുപിടിക്കുക. നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ഈ തന്നിരിക്കുന്നതിനെ ഇതിൽ ഓരോന്നും പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കോമ്പൗണ്ട് എടുക്കാം. നമ്മൾ വേറെ ഒന്നുമേ ചിന്തിക്കരുത്, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ മാത്രം നോക്കുക. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? OH ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതല്ലേ അല്ലേ? ഇതിൽ നിന്നും ഒരു ബോണ്ടിലോട്ടല്ലേ കാർബൺ വന്നിട്ടുള്ളൂ. ബാക്കി അങ്ങോട്ട് ആരോ വന്നോട്ടെ, പക്ഷേ നമ്മുടെ ഈ കാർബണിൻ്റെതാ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിൽ 2 ഹൈഡ്രജൻ, 2 1 3 ബോണ്ടിൽ ആളാ, നാലാമത്തെ ഒരിടത്ത് മാത്രമല്ലേ കാർബൺ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണാറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ പേരെന്താ? പ്രൈമറി എന്നാ. ദാറ്റ് മീൻസ് ഫസ്റ്റ് തന്നിരിക്കുന്ന ആൽക്കഹോൾ എന്ത് ആൽക്കഹോളാണ്? പ്രൈമറി ആൽക്കഹോളാണ്. ക്ലിയർ ആയോ? അങ്ങോട്ട് എത്ര കാർബണാറ്റം വേണേലും വന്നോട്ടെ, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ എത്ര ബോണ്ടിൽ കാർബൺ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ കാർബണിന് ചുറ്റും ഒരു ബോണ്ടിലേ ആര് വന്നിട്ടുള്ളൂ? കാർബൺ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് എന്താണ്? പ്രൈമറി ആൽക്കഹോളാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കിയേ. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിൻ്റെ എത്ര വാലൻസിയിൽ കാർബൺ വന്നിട്ടുണ്ട്? 2 വാലൻസിയിൽ. അപ്പോൾ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബണാറ്റം വന്നാൽ അത് ഏത് ആൽക്കഹോളാണ്? സെക്കൻഡറി ആൽക്കഹോളാണ്. ദെൻ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിൻ്റെ ഒരു ബോണ്ടിൽ ഒരു കാർബണാറ്റം, അടുത്ത ഈ ഒരു ബോണ്ടിൽ ഒരു കാർബണാറ്റം. എത്ര കാർബണിനെ അറ്റാച്ച് ചെയ്തു? 2 കാർബണിനെ അറ്റാച്ച് ചെയ്തു. സോ ഇറ്റ് ഈസ് ഓൾസോ സെക്കൻഡറി ആൽക്കഹോൾ. നെക്സ്റ്റ് OH അറ്റാച്ച്, ഇത് ഫീനോളാണോ? അല്ല, 6 മെമ്പേർഡ് റിംഗ് ആണെന്നേ ഉള്ളൂ, ബെൻസീൻ അല്ല. ബെൻസീനിൽ ഡയറക്റ്റ് OH ഗ്രൂപ്പ് വന്നാലേ അതെന്താവും? ഫീനോൾ ആകത്തുള്ളൂ. ഇതാ നോക്കിയേ, OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. എത്ര കാർബണാറ്റം ഉണ്ട്? 3 കാർബണാറ്റം ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ടെർഷറിയാണ്. ഇതേത് ആൽക്കഹോളാ? ടെർഷറി. ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സെക്കൻഡറി അല്ലാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ടെർഷറി? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും
വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് തന്നിരിക്കുന്നതിൽ അല്ലിലിക്, ബെൻസിലിക്, വിനൈലിക് ഇതൊക്കെ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ആൽക്കഹോളിൽ ആൽക്കൈൽ, അല്ലൈൽ, വിനൈൽ, ബെൻസൈൽ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാ, ഒരു ആൽക്കേനിൽ OH ഗ്രൂപ്പ് വന്നാൽ അത് ആൽക്കൈൽ ആൽക്കഹോളാണ്. നമുക്ക് തന്നിരിക്കുന്ന ആൽക്കെയിൻ അല്ല, ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കീനാണ്. അപ്പോൾ ആൽക്കൈൽ ആൽക്കഹോൾ അല്ലല്ലോ. പിന്നെ നമുക്ക് വരാൻ സാധ്യത ആരൊക്കെയാണ്? ഒന്നുകിൽ അല്ലൈൽ വരാം, അല്ലെങ്കിൽ ബെൻസൈൽ വരാം, ബിനൈൽ വരാം, ഫീനോൾ വരാം. അപ്പോൾ ആലോചിക്കണം, ഫീനോൾ വരണമെങ്കിൽ ബെൻസീൻ വേണം. ബെൻസീൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ഫീനോൾ അല്ല. പിന്നെ ചാൻസ് ഏതൊക്കെയാ? ബെൻസിലിക്. ബെൻസിലിക് ആണെങ്കിലും എന്താണ് കണ്ടീഷൻ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കണം, അതിനെ അറ്റാച്ച് ചെയ്തൊരു ബെൻസീൻ ഉണ്ടാകണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലും എന്തില്ല? ബെൻസീൻ ഇല്ല. അതുകൊണ്ട് അത് എന്തല്ല? ബെൻസൈലിക്കും അല്ല. അപ്പോൾ ഫീനോളും അല്ല, ബെൻസൈലിക്കും അല്ല. പിന്നെ ചാൻസ് ഏതൊക്കെയാ? ഒന്നുകിൽ അല്ലൈലാകാം, അല്ലെങ്കിൽ വിനൈലാകാം. വിനൈലിൻ്റെ കണ്ടീഷൻ എന്താ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണിലായിരിക്കണം. ആ ഡബിൾ ബോണ്ടഡ് കാർബൺ ആൽക്കീൻ്റെ പാർട്ടായിരിക്കണം. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബിൾ ബോണ്ട് ആണോ? അല്ല, വിനൈലല്ല. ഇനി അല്ലൈലാണോ എന്ന് നോക്കാം. അല്ലൈലാകേണ്ട കണ്ടീഷൻ എന്താ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കണം. ആ കാർബണിനെ അറ്റാച്ച് ചെയ്ത് വരുന്ന കാർബൺ എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം. നോക്കാം നമുക്ക്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രമേ കാണാനുള്ളൂ. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ആണ്. നെക്സ്റ്റ് കാർബൺ എന്ത് വന്നിരിക്കുക? ഡബിൾ ബോണ്ട് വന്നിരിക്കുക. അതുകൊണ്ട് ഇത് എന്ത് ആൽക്കഹോളാണ്? അല്ലിലിക് ആൽക്കഹോളാണ്. ഇതെന്ത് ആൽക്കഹോളാണ്? അല്ലിലിക് ആൽക്കഹോൾ. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ കോമ്പൗണ്ട് എന്താണ്? അല്ലിലിക് ആൽക്കഹോളാണ്. നെക്സ്റ്റ് നോക്കാം. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് എന്താണ് സാധനം? നോക്കി, 6 മെമ്പേർഡ് ആണ്. ബെൻസീൻ ആണോ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബെൻസീനിലാണോ? സാധാരണ എല്ലാവരും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ കണ്ണു അടച്ചുകൊണ്ട് എനിക്ക് ശരിയാണേ, ഞാൻ കറക്റ്റാണേ ആൻസർ എഴുതിയതെന്ന് പറഞ്ഞ് ഫീനോൾ അങ്ങ് എഴുതി വെക്കും. മക്കളെ, അകത്ത് ബോണ്ടോ വട്ടമോ ഇല്ല, അതുകൊണ്ട് അത് ഫീനോൾ അല്ല. പിന്നെ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന എവിടെയാ? സൈക്ലോഹെക്സേനകത്താണ്. സൈക്ലോഹെക്സേൻ ആൽക്കെയിൻ ആണ്. ആൽക്കെയിനകത്ത് OH ഗ്രൂപ്പ് വന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ആൽക്കഹോളാണ്? ആൽക്കൈൽ ആൽക്കഹോളാണ്. എന്താ? ആൽക്കൈൽ ആൽക്കഹോൾ. കോമ്പൗണ്ട് എന്താണ്? ആൽക്കൈൽ ആൽക്കഹോളാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയേ. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും ഏത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ആ സിംഗിൾ ബോണ്ടിൻ്റെ കേസിൽ എത്ര ക്ലാസിഫിക്കേഷനാണ്? 3 എണ്ണം. ഒന്നുകിൽ ആൽക്കൈലായിരിക്കും, അല്ലെങ്കിൽ അല്ലൈലായിരിക്കും, അല്ലെങ്കിൽ ബെൻസൈലായിരിക്കും. ആൽക്കൈലാവണമെങ്കിൽ അവരുടെ ഇടയിലെല്ലാം സിംഗിൾ ബോണ്ട് വരണം. ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, ആൽക്കൈലല്ല. ബെൻസൈലാകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അരോമാറ്റിക് റിങ് വേണം, ബെൻസിൻ റിങ് ഇല്ല. അപ്പോൾ എന്തല്ല? ബെൻസിലിക്കും അല്ല. പിന്നെന്താണോ എന്നാ നോക്കണ്ടേ? അല്ലൈലാണോ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നെക്സ്റ്റ് ടു കാർബൺ എന്ത് വന്നേക്കുക? ഡബിൾ ബോണ്ട് വന്നിരിക്കുക. ഇത് തന്നെയല്ലേ അല്ലിലിക്കിൻ്റെ കണ്ടീഷൻ? അപ്പോൾ ഇതെന്താണ്? അല്ലിലിക്കാണ്. ഓക്കെ. അടുത്തത് നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് OH വന്നാൽ അത് ഫീനോളാണ്. ഡയറക്റ്റ് OH വന്നിട്ടില്ല, അതുകൊണ്ട് ഫീനോളല്ല. പിന്നെ ചോദ്യം, ബെൻസിലിക്കാണോ അല്ലിലിക്കാണോ? നോക്കാം നമുക്ക്. ബെൻസിലിക്കിൻ്റെ കണ്ടീഷൻ എന്താ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട് മാത്രം. ആ കാർബണിൽ ബെൻസീൻ റിങ് വരണം. ഇവിടെ ആ കാർബണിലാണോ ബെൻസീൻ റിങ് വന്നേക്കുന്നത്? ഇതാ നോക്കിയേ, OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതല്ലേ? ഇതിൽ വേണ്ടേ ബെൻസീൻ റിങ് വരാൻ?
അവിടെ ആണോ ബെൻസീൻ റിങ് വന്നേക്കുന്നേ? അല്ല, തൊട്ടടുത്ത ഈ CH2 അപ്പോൾ ബെൻസിലിക് അല്ലല്ലോ. ഇനി നോക്കാം, OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ട്, നെക്സ്റ്റ് ടു എന്ത് വന്നേക്കുക? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വന്നിരിക്കുക. അതുകൊണ്ട് ഇതെന്താണ്? അല്ലിലിക്കാണ്. ഒരിക്കലും ബെൻസിലിക് എന്ന് എഴുതി വെക്കരുതേ. അതുകൊണ്ട് ഇതെന്താണ്? അല്ലിലിക്കാണ്. നെക്സ്റ്റ് നോക്കിയേ, OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണാറ്റവും ഇതിനകത്ത് ഒരു കാർബണാറ്റമാണ്. ഇവരുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇത് എന്ത് ആൽക്കഹോളാണ്? അല്ലൈൽ ആൽക്കഹോളാണ്. എന്താ? അല്ലൈൽ ആൽക്കഹോൾ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അല്ലൈൽ ആൽക്കഹോളാണ്. അപ്പോൾ IUPAC നെയിമും അല്ലൈലാണോ, താഴെ തന്നിരിക്കുന്ന അല്ലൈൽ ഏതാ, വിനൈൽ ഏതാ, ബെൻസൈൽ ഏതാ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരും. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഇത് നല്ല തറവാക്കണം. ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റൊക്കെ വരും. അപ്പം നമ്മൾ അറിയണം. ഈ IUPAC നെയിം ആയിരിക്കും തരുന്നത്. അതുപോലെ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് 3-methyl butane 1-ol. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് 3-methyl butane 1-ol. എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്? മക്കളെ, സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അവസാനത്തെ ഭാഗം എടുക്കുക. അവസാനത്തെ ഭാഗം ബ്യൂട്ടാനാണ് അല്ലേ? ബ്യൂട്ട് എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റമാണ്? 4 കാർബണാറ്റമാണ്. ബ്യൂട്ടാൻ ANE ആണ്. അതുകൊണ്ട് അവരുടെ ഇടയിലെല്ലാം ഏത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? ബ്യൂട്ടാൻ്റെ ഒന്നാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇതൊന്നാവാം, ഇതൊന്നാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്നാക്കി എടുക്കുക. ഞാൻ എന്താ ഇവിടെയാണ് ഒന്നെന്ന് എടുക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്തിനെ കൊടുത്തു? OH ഗ്രൂപ്പ് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർബൺ. അതിൽ മൂന്നാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 1, 2, 3. മൂന്നാമത്തെ കാർബണിൽ നിന്ന് മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാ? CH3 ഗ്രൂപ്പ്. ദെൻ ആദ്യത്തെ കാർബണിന് ഒരു ബോണ്ട് ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജനെ കൊടുക്കുക. 1, 2, 3 ബോണ്ട് ഉണ്ട്, നാലാമത്തതിൽ ഹൈഡ്രജനെ കൊടുക്കുക. നെക്സ്റ്റ് 2 ബോണ്ട് ബാക്കി 2 ഹൈഡ്രജൻ, 2 ബോണ്ട് ബാക്കി 2 ഹൈഡ്രജൻ. ഇതാണ് 3-methyl butane 1-olന്റെ സ്ട്രക്ചർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരയ്ക്കണം. ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഓഫ് 2-bromo 2-methyl 2-bromo 2-methyl pentane 1-ol. 2-bromo 2-methyl pentane 1-ol. മക്കളെ, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ അവസാന ഭാഗം എടുക്കുക. എത്ര കാർബണാറ്റമാ? 5 കാർബണാറ്റം. 1, 2, 3, 4, 5. ഇതാണ് പെൻഡേൻ്റെ സ്ട്രക്ചർ. പെൻഡേൻ്റെ ഒന്നാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് വന്നു. 1, 2, 3, 4, 5. 5 ഇതാണ് ഫസ്റ്റ് കാർബൺ. അവിടെ നിന്ന് ആരെ കൊടുക്കുക? OH ഗ്രൂപ്പിനെ കൊടുക്കുക. അല്ലാതെ അവിടെ ഇട്ട് വെക്കരുത്. 1, 2, 3, 4, 5 കോർണറുണ്ട്, 5 പോയിന്റ് ഉണ്ട്. അപ്പോൾ 5 എണ്ണമായി. അതിൽ നിന്നൊരു OH ഗ്രൂപ്പ്. ഇപ്പോൾ പെൻറ്റാൻ 1-ol കഴിഞ്ഞു. ഇതിൻ്റെ രണ്ടാമത്തെ കാർബണിൽ ആരുണ്ട്? മീഥൈൽ ഗ്രൂപ്പുണ്ട്, ബ്രോമിനുണ്ട്. അപ്പോൾ ഇതൊന്നാമത്തെ കാർബൺ എങ്കിൽ ഇതല്ലേ 2. ഇവിടെ നിന്ന് 2 ബ്രാഞ്ചിങ്. ഒരിടത്തോട്ടൊരു CH3 ഗ്രൂപ്പ്, ഒരിടത്തൊരു Br ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഓഫ് 2-bromo 2-methyl pentane 1-olൻ്റെത്. ഓക്കെ, ഡ്രോ ദ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് hex-2-enol 2-enol hex-2-enol. സൈക്ലിക് സ്ട്രക്ചർ ഓഫ് hex-2-enol. സൈക്ലിക് സ്ട്രക്ചർ ഓഫ് hex-2-enol. ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റമാ?
6 കാർബൺ ആറ്റം. 6 കാർബൺ ആറ്റമുള്ള സൈക്ലിക് കോമ്പൗണ്ട് വരച്ചോളുക. 6 കാർബൺ ആറ്റമുള്ള സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഹെക്സഗൺ അല്ലേ? അപ്പം സൈക്ലോഹെക്സൈൻ വരച്ചു. സൈക്ലോഹെക്സൈൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഈൻ വരണം, രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരണം. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ആരായിരിക്കും? OL ആയിരിക്കും. അതായത് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഫസ്റ്റ് കാർബൺ, നെക്സ്റ്റ് സെക്കൻഡ് കാർബണിൽ എന്ത് വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഡബിൾ ബോണ്ട് വരണമെന്നാണ്. അപ്പോൾ ഇതാണ് ഹെക്സ് 2-ഈനോളിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ. അപ്പോൾ ഏകദേശം ഐഡിയ IUPAC നെയിമിങ്ങും സ്ട്രക്ചർ വരയ്ക്കാനും ഒക്കെ ആയല്ലോ. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, IUPAC നെയിം കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ദെൻ സ്ട്രക്ചർ വരയ്ക്കാനും ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ആൽക്കഹോൾസിൻ്റെയും ഫീനോൾസിൻ്റെയും ഒക്കെ പ്രിപ്പറേഷനാണ്. കുറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാനായിട്ടുണ്ട്. ആ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോവത്തില്ല. അപ്പം ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രിപ്പറേഷനുമായിട്ട് കാണാം. ഓക്കെ, ഇപ്പം നിർത്തട്ടോ. ഓക്കെ, ബൈ.